ആ നശിച്ചവൻ ഇങ്ങോട്ട് തന്നെ വരിക. എന്തോ ചെയ്യും? അതെ ആ ശരി. ഞാൻ ഇതല്ലേ പറഞ്ഞണ്ടാ. എന്ന് വേണൊരു പേര് നോക്കാം. ശശികുണ്ടൻ. അതിനകത്ത് കുണ്ടൻ. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നേ? പിന്നെ പാടുവോ? ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ? ആട്, പശു, എരുമ. അപ്പൊ അതിനൊക്കെ വാലുണ്ടല്ലോ. മരപ്പിനെന്താ ഇല്ലാത്ത? നല്ല കുട്ടിയല്ലേ? മോളുവാ. മമ്മി അവിടെ കിടന്ന് കരയാ. ആരോടും പറയാതല്ലേ കുട്ടി പോകുന്നത്. അതൊക്കെ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് പറയാം. കുറച്ച് കാലമായി നിങ്ങൾ നോട്ടൗട്ട് വെച്ചിരിക്കുകയാണ്. കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയൊന്നും അല്ലല്ലോ. ചെറുകുന്നം ഭാസ്കർ. താൻ എന്താടോ പാക്കരപ്പിള്ളേ ഫോണിന്റെ അടുത്ത് പെറ്റി കിടക്കുക? അതെ, പയാമീസ് ഇരട്ടകളാ. ഗീതുവിന് എന്താ പറ്റിയത്? കളിച്ചുകൊണ്ടിരുന്നപ്പോ പാർക്കിൽ വീണു. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ. കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റും. എന്താ പൊതുവാളെ പൊടുന്നില്ലേ? യൂണിഫോം തയ്ച്ചിട്ടില്ല. അച്ഛന്റെ മൂക്കിപ്പൊടി എടുത്ത് വലിച്ച് തല കറങ്ങി ചേർന്നാണ് പോലെ വേണ്ട എന്റെ ഈ കയ്യിലാണ് കിടന്നത്. എവിടെ ഞാനും കൂടെ നിന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അതും കല്യാണം പോലും കഴിക്കാറ്. തിരിച്ചു പോവാൻ തോണി സർവീസ് ഉണ്ടാവോ? ഇരുട്ടായ പിന്നെ ഉണ്ടാവില്ല. അന്ന് ഇരുട്ടായത് അങ്ങനെ മുങ്ങിപ്പോവും. ടെൻഷൻ ആവല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഫ്യൂവൽ മീറ്ററിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ടോന്ന് നോക്കിയേ. രക്ഷപ്പെട്ടു. ഇവിടെ ചുവന്ന ലൈറ്റ് കത്തലുണ്ട്. വെരി ഗുഡ്. അതിന്റെ അർത്ഥം വിമാനത്തിന്റെ ഇന്ധനം ഏതാണ്ട് പൂർണ്ണമായിട്ടും തീരാറായി എന്നാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. ഞാൻ പറയുന്നത് പോലെ പറയുക. എന്ത് പറയണം? പറയൂ. എന്റെ ദൈവമേ, കരുണാമയനെ, കാരുണ്യനിധിയായ അങ്ങ് എല്ലാം കാണുന്നുവല്ലോ. ഞങ്ങൾ നിന്റെ തിരുവടിയിലേക്ക് വരികയാണ്. ഞങ്ങൾ നിന്റെ തിരുവടിയിലേക്ക്. എനിക്ക് മരിക്കണ്ട.